ഹായ്, എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ പരിപാടി ഇതാണ് കേട്ടോ. അതെടുത്തപ്പോഴേക്കും ആളെത്തി. ഇവിടെ തേങ്ങാവെള്ളത്തിൻ്റെ ആള് റെഡി. നമുക്ക് തേങ്ങ പൊട്ടിക്കാം. അത് എങ്ങനെ അറിയണു? ഇത് ഞാൻ മണത്തറിഞ്ഞു. തേങ്ങ എടുത്തപ്പൻ പിള്ളേരെ പോലെയാ എത്തിക്കോളും. കാത്തൂരിന്ന് മഴ കാരണം സ്കൂളില്ല അത്രേ. എന്നോട് വിളിച്ചു. പിന്നെ ഞാൻ വെച്ചു മഴയല്ലേ, പിന്നെ ആട്ടും കഴിക്കാൻ. ഇതരിക്കണത് നിറയെ മഴ 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 മഴ. അപ്പൊ ഞാനിത് കുടിച്ചോട്ടെ. നല്ല വെള്ളം. നമ്മുടെ ക്യാബേജ് തോരനെ ആക്കാനായിട്ട് തേങ്ങ ഇറങ്ങണം. വേണ്ട വേണ്ട, കുടിച്ചോളൂ. അങ്ങോട്ട് തന്നപ്പോൾ ഉള്ള സ്നേഹത്തിന്റെ മധുരം ഒന്ന് കൂടുതലാ. അത് ഇത്തിരി മുളക് പൊട്ടിയിരുന്നു. വേണ്ട വേണ്ട, വെള്ളം വേണ്ട. വെള്ളം താഴെ വീണു. ഈ വാക്കത്തി അങ്ങോട്ട് വെച്ചേക്കോ. തേങ്ങ ചേരണ്ടാനൊരു പ്ലേറ്റ് തരാമോ? പിന്നെ ഞാൻ അങ്ങോട്ട് വരണ്ടല്ലോ. ഇത് മതി. പിന്നെ നമുക്ക് ആദ്യം ഇതൊന്നും നനയ്ക്കട്ടെ, ഇല്ലെങ്കിൽ പൊരുപ്പിൽ മുഴുവൻ ഇതിൽ വീഴും. നനച്ചിട്ട് ഇരണ്ടിക്കഴിഞ്ഞാലേ ഇവിടെയൊക്കെ ഇങ്ങനെ നനഞ്ഞ് ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വീഴില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇത് ചിരണ്ടിയിട്ട് വന്നിട്ട് ക്യാബേജ് തന്നെ കഥ തുറക്കാം. ആ നേരത്ത് ചോറിൻ്റെ വെള്ളം വയ്ക്കാലോ. ചായ വേണമെന്നല്ലേ പറഞ്ഞേ? പിന്നെ വേണ്ടേ? ഗ്രീൻ ടീ അല്ലേ? ഗ്രീൻ ടീ കുടിക്കൂ, ആരോഗ്യം വർദ്ധിപ്പിക്കൂ. എൻ്റെ ഒരു ഫ്രണ്ട് ഗ്രീൻ ടീ കുടിച്ചിട്ട് ഒടുവിൽ തലകറങ്ങാനൊക്കെ തുടങ്ങി. തലകറക്കം വന്ന് ക്ഷീണം വന്നു. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ ചെന്ന് എന്തൊക്കെയാണ് കഴിക്കണേ, ആഹാരം എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു 5-6 ഗ്ലാസ് ഗ്രീൻ ടീ ഒരു ദിവസം കുടിക്കും വണ്ണം കുറയാനായിട്ട്. അസുഖം കഴിച്ചിട്ട് നേരമില്ല. ആ ഗ്രീൻ ടീ 2 മാസം കുടിച്ചിട്ട് ഗ്രീൻ ടീ ഒരു പ്രത്യേക സമയം കഴിഞ്ഞിട്ട് ഉപയോഗിക്കരുത്. ഞാനാദ്യം പിറ്റേന്ന് ഉപയോഗിച്ചു. ഇപ്പം ഞാൻ 2 മണിക്കൂർ മാക്സിമം, അത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കില്ല. കേടുണ്ട്, അതാ പറഞ്ഞു. അത്രയും തിളപ്പിച്ച് കഴിഞ്ഞാൽ മതി. അത്രയും നേരം കൊണ്ട് തുറന്നോളൂല്ലോ. സംഭവം നടന്ന ബിന്ദു ഡോക്ടർ പറഞ്ഞു വേഗം ഗ്രീൻ ടീ നിർത്തിക്കോന്ന് പറഞ്ഞു. കുടിക്കാം 1 ഗ്ലാസ് 2 ഗ്ലാസ് അങ്ങനെയൊക്കെ. പിന്നെ ഷുഗർ കുറയുകയും ചെയ്യും ഗ്രീൻ ടീ നല്ലോണം കുടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഓവറായാലും അതും കേടല്ലേ. തേങ്ങ വലിയ കുഴപ്പമില്ല, ചട്നിക്ക് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചോറിന് വെള്ളം വെച്ചു. പിന്നെ തേങ്ങ
ചിരണ്ടി കഴിഞ്ഞാൽ കടുക് വറുക്കണം. ചിരണ്ടിട്ട് വീടില്ല. കണ്ട് ആ വേണ്ട, കരിവേപ്പില വേണ്ട. ഞാൻ കടുക് വറുത്ത് വെച്ചേക്കണത് ഇതൊക്കെ റെഡിയാക്കി തേങ്ങ ഇട്ടാൽ മതി. ഈ അവധി കൊടുക്കാൻ പാകത്തിന് ഉള്ള മഴയൊന്നും ഇല്ലല്ലോ, പിന്നെ ഇതിന് അവധി കൊടുക്കുക അല്ലേ? തിളച്ചോ, ചായ തിളച്ചോ? കുറച്ച് ഗ്രീൻ ടീ ഇട്ട് തിളപ്പിക്കണ്ട. കുറച്ച് ഗ്രീൻ ടീ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ പിന്നെ തിളപ്പിക്കണ്ട. ഗ്രീൻ ഗ്രീൻ ടീ കൊണ്ടുള്ളൂ. നല്ല തേങ്ങ കേട്ടോ, നല്ല എന്താ പറയുക, വെളുത്ത ഭാഗം മാത്രമായിട്ടൊക്കെ എടുക്കില്ലേ നമ്മൾ. തേങ്ങയുടെ അടിയിലേക്കൊന്നും വരാണ്ട് വെള്ളം മാത്രം കിട്ടണമെന്ന് പറഞ്ഞ് ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ പറയും. അതേ ഭാഗത്തിനുള്ള തേങ്ങ നല്ല വെളുവിളായിരിക്കണം. ആവശ്യത്തിന് തേങ്ങ അന്വേഷിച്ച് പോകുമ്പോൾ ഒന്നും കിട്ടില്ല. അപ്പോൾ നേരെ ഒരു വൈക്ക് കൊള്ളത്ത് തേങ്ങയായിരിക്കും. ഈ ബർഫിയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഒക്കെ ബർഫിയൊക്കെ അല്ല, എന്താണ് എൻ്റെ പേര് ഞാൻ മറന്നുപോയില്ല. ഉണ്ടാക്കാനായിട്ട് തേങ്ങ ഇങ്ങനെ നല്ല വെള്ള തേങ്ങ വേണം. അപ്പോൾ ആ സമയത്ത് കിട്ടില്ല അത്. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ വേണ്ടത് നമുക്ക്? ഇതിലേക്ക് ചെറിയ ജീരകം വേണം, മഞ്ഞൾപ്പൊടി വേണം, അപ്പോൾ ഇനി എല്ലാവരും ഈ കപ്പങ്ങ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു, ഇന്നിപ്പോൾ വീണ്ടും ഉണ്ടാക്കേണ്ടത് ഇപ്പം പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്ത് അരിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ മിക്സിയുടെ ജാറുണ്ട്, ഇപ്പോൾ വെജിറ്റബിൾ അറിയണ ജാറുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ക്യാബേജ് പോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണ്ടോ. എന്നിട്ട് വിഷ്ണു ഉണ്ടോ പുറകിലെന്ന് നോക്കിയത് അവൻ കേട്ടാൽ കഴിക്കില്ല. എന്നിട്ട് നമ്മളിങ്ങനെ ക്യാബേജ് കടുക് വറുക്കും പോലെ തന്നെ കടുക് വറുത്ത് ഇതേപോലെ തേങ്ങയൊക്കെ ചതച്ച് ചേർത്ത് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കപ്പങ്ങ ക്യാബേജ് തോരൻ റെഡി. 2 ഉള്ളിയും കൂടെ വേണം. കരിവേപ്പില കടുക് വറുത്തപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചതയ്ക്കാൻ വേണമെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ കരിവേപ്പില ഇല്ലാണ്ടും ഉണ്ടാക്കാം. കരിവേപ്പില ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കേട്ടോ, ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ ഒരു വെയിൽ കാണുന്നുണ്ട്, മുറ്റത്തേക്ക് ഇറങ്ങാൻ. വേഗം പോയതിൻ്റെ കരിവേപ്പില കുറച്ചെടുത്തിട്ട് നമുക്ക് അരച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അത് തന്നെയല്ല, നമുക്ക് കടുക് വറുക്കണതിൽ കൂടുതലും കരിവേപ്പിലയുടെ ഗുണം ഉള്ളിൽ ചെല്ലുക അരച്ചാലാണല്ലോ. അപ്പോൾ കരിവേപ്പിലയും കൂടെ ഉള്ളിൽ ചെല്ലും. അങ്ങനെ ചെയ്യാം. പിന്നെ സാമ്പാർ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? സാമ്പാർ വെച്ചാൽ മിച്ചം വരുന്നേ, അതാണ് പാട്. സാമ്പാർ വെച്ചാലുള്ള കുറച്ചായിട്ടെന്ന് പറഞ്ഞാൽ എത്ര കുറച്ച് വെച്ചാലും ശരി, കുറച്ച് കൂടുതലൊക്കെ കാണും. ആരും ഇല്ലാത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തോരൻ കൂട്ടിയോ പപ്പടം കൂട്ടിയോ അച്ചാറ് കൂട്ടിയോ ഒക്കെ ഞാൻ കഴിക്കും. ഞാനൊന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കില്ല. എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിൽ കാണും, ചിലപ്പോൾ അത് കൂട്ടി കഴിക്കും. അതല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും മെഴുക്കുവരട്ടിയിട്ട് ഒപ്പിക്കും. തേങ്ങ എല്ലാം പോലും നിൽക്കില്ല. എന്നിട്ട് അത് കൂട്ടി ചോർന്നു. എനിക്കത് മതി കേട്ടോ. അല്ലാണ്ട് പിന്നെ കൂട്ടാൻ വേണമെന്നൊന്നുമില്ല നമുക്ക് കേട്ടോ. നമ്മൾ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്, എന്ത് കൂട്ടിയും കഴിക്കും. ഈ ആണുങ്ങളെ കൊണ്ടൊക്കെ ആയിരിക്കും പാട്. പക്ഷേ ഇത് പാടൊന്നുമില്ല കേട്ടോ, എന്ത് കൊടുത്താലും കഴിച്ചോളും. വിഷ്ണു കഴിക്കില്ല, അവന് ഇത്തിരി പാടാം. ഉള്ളി കൊള്ളൂല. അതിനിടത്തോളം കഴുകി ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് തിളച്ചെടുക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയുണ്ടോ? ഇവിടെയൊക്കെ അതേ മഴ കാരണം സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഞാൻ പോയിട്ടൊരു കരിവേപ്പില എടുത്തിട്ട് വരാം. അപ്പം കരിവേപ്പില കിട്ടി. കരിവേപ്പില എടുക്കാൻ പോയപ്പോൾ പന്ന വഴി ചീനച്ചട്ടിയും കൂടെ പൊക്കിക്കൊണ്ട് പോന്നു. അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് വേണ്ടി നടക്കണ്ടേ. അപ്പോൾ പിന്നെ അരി വെള്ളം തിളച്ചു. ഇതെന്താ ഇങ്ങനെ അരിയെന്നൊന്നും വിചാരിക്കണ്ട, ഇത് പൊന്നിയരിയാണ്. അപ്പോൾ അത് ഞാൻ മറ്റേ അരി ഇട്ട് വെച്ചേക്കണ പാത്രത്തിൽ കവറേപ്പടി ഇട്ട് വയ്ക്കും, കവറിലാക്കിയിട്ട് തന്നെ. ഇടയ്ക്കേ പൊന്നിയരി വയ്ക്കുള്ളൂ. അപ്പോൾ വിഷ്ണുവിന് പൊന്നിയരി വേണമല്ലോ, അതുണ്ടെങ്കിൽ ഒരു ഉപകാരം, ചോറുണ്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മറ്റേ ചോറും അവന് പൊന്നിയരി ചോറും. അതുകൊണ്ടാണ് അടിയിൽ നിന്ന് കുനിഞ്ഞെടുക്കണ്ടല്ലോ, എടുത്തിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി. വെള്ളം തിളച്ച് കഴിഞ്ഞു. എല്ലാ സൈഡും കൂടെ നമ്മുടെ ക്യാമറ എത്തില്ല. തിരിച്ചങ്ങോട്ട് വയ്ക്കട്ടെ. അരി കഴിയട്ടെ, വേഗം രണ്ടോളം പൊരിയാകും. അടുത്തൊന്നുമില്ല, എന്നാലും പ്രാവശ്യം മുഴുവനല്ലേ പറയണം. പിന്നെ കാലത്തെ ആദ്യമായിട്ടൊക്കെ രാവിലെ നമ്മൾ എണീറ്റ വഴി അരി അയക്കുമല്ലോ ഇടുക മിക്കവാറും. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് അരി ഇടുക? അതെന്ത് ചോദ്യമെന്ന് ചോദിക്കണ്ട. എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടതെന്നല്ല, എന്ത് ചോദ്യമാണെന്ന് വിചാരിക്കണ്ട. എന്താണെന്നറിയോ, അരി ഇടുമ്പോൾ അരി വെള്ളം തിളച്ചിട്ടേ ഇടാവുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അരിയുടെ പാത്രത്തിന് 3 ചുറ്റും ഇങ്ങനെ അരി എടുത്തിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഇത്തിരി അടുപ്പിലേക്ക് ഇടും. ഒരു അരി ഇങ്ങനെ കുടയുമ്പോൾ വീടില്ലേ അത്, എന്നിട്ട് അത് അതിലേക്ക് ഇടും, മറ്റേ കലത്തിലേക്ക്. അതിന് ശേഷം ബാക്കി അരി മുഴുവനോട്ട് ഒന്ന് ഇളക്കി വെച്ചേക്കും. എന്നിട്ട് അത് തിളച്ചു വെന്തു. അങ്ങനെയാണല്ലോ ചെയ്യണേ? അങ്ങനെയാണോ ചെയ്യണേ? ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യണവരുണ്ടെങ്കിൽ കമൻ്റ് അടിക്കണേ. അപ്പോൾ നമുക്കറിയാമല്ലോ ആരൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണേന്നൊക്കെ. അപ്പം ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് അന്നത്തിന് മുട്ടിൽ വരുത്തല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ അരി കലത്തിലേക്ക് ഇട്ട് വയ്ക്കുക ചെയ്യുക. കെട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അവനവിടെ ഇരുന്ന് വേവട്ടെ, തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ ചെറിയ അടുപ്പിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ വേണ്ടേ, അരക്കണ്ടേ. അപ്പം നമുക്കിതൊന്ന് ചതച്ചിട്ട് വരാം. അരക്കല്ല കേട്ടോ, ചതക്കണേ. തോരന് ചതച്ചാൽ മതിയല്ലോ, അരക്കണ്ടല്ലോ. റെഡി. ഒരാവശ്യമുള്ളൂല്ല, ചതഞ്ഞ് കഴിഞ്ഞു. തോരനല്ലേ, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. അതാ വലത്തെ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് അവിടെ തേങ്ങയായി. നമ്മുടെ അരി ഉണ്ടല്ലോ, നമുക്ക് ഇപ്പുറത്തേക്ക് വാങ്ങി വയ്ക്കാം. എന്നിട്ട് ഇവനെ ഇവിടെ കേട്ടാം. ഇനി എന്താ, ഇന്നലെ തന്നെ റെഡിയാക്കി കടുകൊക്കെ വറുത്തായി വച്ചേക്കണോണ്ട് ഞാൻ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കി തേങ്ങയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ പാകത്തിന് തോരൻ്റെ വലിയിച്ചെടുക്കുക. അത് ഈ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം വലിയിച്ചെടുത്തിട്ട് ടേസ്റ്റ് ആവില്ല എന്നേ പലരും ചെയ്യണതാണ്. എന്നിട്ട് പറയും ചെയ്യോ പിള്ളേരാദ്യം കഴിക്കില്ല എന്നൊക്കെ. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതല്ല ഞാൻ പറയണത്. മെഴുക്കുവരട്ടിയാണെങ്കിലും തോരനാണെങ്കിലും ഒക്കെ വെറുതെ കടുക് വറക്കും, കഷ്ണം കൂടെയൊക്കെ ഇടും, വേവുമല്ലോ. ആ വെന്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ തേങ്ങ ചേർക്കും, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കാണിച്ചു തീ നിർത്തി. ഗുണം കളയാണ്ടിരിക്കാനാണെന്നാണ് പറയണത്. പക്ഷേ വായിൽ വയ്ക്കാൻ കുഴപ്പമുണ്ടാവില്ല നമുക്ക്. അങ്ങനെയുള്ളപ്പോൾ പിള്ളേരാരെങ്കിലും കഴിക്കുമോ? കരിമ്പുരാന്നാക്കിയതിൻ്റെ ഗുണമൊന്നും കളയണ്ട, എന്നാലും കുറച്ചൊന്ന് വഴറ്റിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടില്ലേ. ഇപ്പോൾ നമ്മുടെ ഇവരൊക്കെ തന്നെ തലശ്ശേരിയിലൊക്കെ അവർ പാവയ്ക്കൊക്കെ മെഴുക്കുവരട്ടി വയ്ക്കുമ്പോൾ പച്ചയ്ക്ക് കിടക്കും. അങ്ങനെ അരിഞ്ഞ് നമ്മൾ വേവിച്ച് വെള്ളമൊഴിച്ച് വേവിച്ച് ഒന്ന് ഇളക്കിയെടുത്ത് അങ്ങനെ ഉണ്ടാവും. അതുപോലെ പാവയ്ക്ക് മെഴുക്കുവരട്ടി വയ്ക്കുക. എന്നിട്ട് ഇവരാരും കൂട്ടില്ല. പക്ഷെ ഇവിടെ വന്നേ പിന്നെ കൂട്ടാൻ തുടങ്ങി. ഞങ്ങൾ നല്ലപോലെ വലിയിച്ചെടുക്കും. വലിയിച്ചെടുത്തപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ട്, കയ്പില്ല.
അങ്ങനെ വന്നപ്പോൾ അത് കൂട്ടാൻ കഴിയും. ഇപ്പം എൻ്റെ മോൻ വരെ കൂട്ടും. ഇപ്പോഴല്ല, 2-3 വയസ്സുള്ള പ്രായത്തിൽ തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തുണ്ടല്ലോ, ഡോക്ടർ ചോദിക്കും എന്താ കഴിച്ച ആഹാരം, എന്താ കഴിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹോമിയോ കാണിക്കാൻ അവ പറയും പടിയാരെന്നും പറഞ്ഞുകൊണ്ട്. വലിയ ഡോക്ടറാണ് ഇവിടുത്തെ എറണാകുളത്തെ. അപ്പോൾ ഡോക്ടറെ ചോറുണ്ട്, എന്താ കൂട്ടി കഴിച്ചു എന്ന് ചോദിക്കും. പാവയ്ക്കോ, നീ പാവയ്ക്ക് കൂട്ടുകൂടാ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ആ പാവയ്ക്ക് കൂട്ടു, അവനിഷ്ടമാണെന്ന് പറയും. പിന്നെ തലശ്ശേരിയിൽ നിന്നുള്ള വന്നവരൊക്കെ ഇവിടെ വന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പാവയ്ക്ക് വയ്ക്കുന്ന ദിവസങ്ങളിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, വീട്ടിൽ വെച്ചാൽ ഒന്നിനും കൂടുതല കഴിക്കാൻ തോന്നില്ല എന്ന് പറയും. അപ്പം നമ്മൾ എളുപ്പ പണിക്ക് വേണ്ടിയിട്ടും ഗുണം കൂട്ടാനുള്ള പേരും പറഞ്ഞുകൊണ്ട് തീരെ വലിയിക്കാണ്ട് വയ്ക്കുമ്പോൾ ആരും കൂട്ടിയില്ല എന്നുകൊണ്ട് കാര്യമില്ലല്ലോ. കുറച്ച് ടേസ്റ്റൊക്കെ വേണ്ടേ, അങ്ങനെ ആക്കി എടുക്കുക. അല്ലാണ്ട് വെറുതെ വെച്ച് കളയാന്നേ ഉള്ളൂ, മറ്റത് കഴിക്കില്ല, ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നു, ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല കഴിക്കണേന്ന് പറയും. എന്നാലും നമുക്കൊരു എന്താ പറയുക, വായിൽ വയ്ക്കുമ്പോൾ ഒരു ചുവയൊക്കെ വേണ്ടേ. അങ്ങനെ ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് വല്ല പച്ചക്കറികൾ പച്ചയ്ക്ക് കഴിക്കാവുന്നതൊക്കെ എടുത്തിട്ട് പച്ചക്കൊക്കെ അങ്ങോട്ട് വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ നല്ല ഗുണം കിട്ടും. കാര്യമായിട്ട് പറഞ്ഞേട്ടോ, കളിയാക്കിയതല്ല. ക്യാരറ്റ്, തക്കാളി, കുക്കുംബർ, പിന്നെന്താ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നത്, അതേപോലെ ആവിയിൽ വേവിച്ച് കഴിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അതിൻ്റെ അങ്ങനെ കഴിക്കുക, ഗുണത്തിന് വേണ്ടി. ചോറുണ്ണുമ്പോൾ ചോറുണ്ണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പലഹാരം കഴിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ടേസ്റ്റായിട്ട് തന്നെ വയ്ക്കണം. ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിലില്ലാന്ന്. വീട്ടിൽ ഇതേമാതിരിയല്ലേ വയ്ക്കണേ, പിന്നെ ഇങ്ങനെ ടേസ്റ്റ് കിട്ടുക. നല്ലപോലെ വയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട് വയ്ക്കുന്നവർ. അപ്പോൾ അതാ ഈ തേങ്ങ ഇട്ടിട്ട് റെഡിയാക്കട്ടെ. അപ്പുറത്ത് കൊച്ചു വന്നിട്ടുണ്ട്, തൊട്ട് ഒരു കൊമ്പുണ്ട അനീറ്റയുടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറയാറില്ല ഇടയ്ക്ക് കാക്കുന്നൊക്കെ. അവളിപ്പം ഇങ്ങോട്ട് വരും, അവിടെ ഇരിക്കുക, മഴയാണെന്നും പറഞ്ഞിട്ട് ഇറങ്ങാണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ദീപയാണെങ്കിലും മഴയും മാറട്ടെ, എൻ്റെ പണിയും തീരട്ടെ, എന്നിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ വിളിച്ചാന്ന് വിചാരിച്ചു, പിന്നെ ചോദിച്ചു മഴയത്ത് ഇങ്ങോട്ട് കൊണ്ടുണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പോയപ്പോൾ വിളിച്ചില്ല. ഞാനും വിചാരിച്ചു എൻ്റെ പണിയും തീരട്ടെ, അവിടെ വന്നാൽ പണി നടക്കില്ല, അവളുടെ പുറകെ നടക്കലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനും പയ്യെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവൾ പറഞ്ഞില്ല കേട്ടോ വന്നെന്നൊന്നും, അപ്പം പറഞ്ഞില്ല. വന്നപ്പോൾ തുടങ്ങി പറയണ്ടെന്ന് പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നെന്ന്. മഴ കണ്ടപ്പോൾ കൊച്ചോടെ ഇരുന്നു, അങ്ങനെ കാർട്ടൂണ് അവിടെ വെച്ച് കൊടുത്തിട്ട്. LKG ആണ്, എൻ്റെ ക്ലാസ്സിലാണെന്ന് പറഞ്ഞു. മഴയാണ് പിന്നെ മമ്മേ, മഴയാണ് എന്ന് പറയും. പിന്നെ മമ്മാന്നാ വിളിക്കുക. അവിടെ അച്ഛൻ ഇന്നമ്മാന്നാ വിളിക്കുക, വല്യമ്മാന്ന് വിളിക്കാൻ കിട്ടാനുണ്ട്. അപ്പം ഇന്നമ്മയും ഇൻഡക്ഷൻ എന്നൊക്കെ വിളിക്കുക അവൻ, വല്യമ്മ വലിച്ചെന്ന് പറയുന്നത്. കൊച്ചായി കഴിഞ്ഞപ്പോൾ അത് ഇന്നമ്മയും ഇണ്ടച്ചാച്ചനുമായി. അപ്പോൾ ഇവിടെ വിഷ്ണുവിനെ കൊച്ചച്ഛനാണ് വിളിക്കേണ്ടത്, അവൻ്റെ അച്ഛൻ്റെ അനിയന്നുള്ള രീതിയിൽ. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തപ്പോൾ, കൊച്ചച്ഛൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ എന്ത് ചെയ്തെന്നോ, അവളുടെ വകയായിട്ട് ഇന്നമ്മ ഇണ്ടച്ചാച്ചനല്ലേ, അപ്പോൾ കൊച്ചച്ഛനെ പിടിച്ച് കൊച്ചച്ചാച്ചനാക്കി. അത് അവൾ സ്വയം ആക്കിയതാട്ടോ, ഞങ്ങൾ ആരും പറഞ്ഞു കൊടുത്തതല്ലേ. അവൾ തന്നെയാണ് കൊച്ചച്ചാച്ചനെ വിളിക്കാൻ തുടങ്ങിയത്. ഇനി കുറേ കൂടെ വലുതാകുമ്പോൾ മാറുമെന്ന് അറിയില്ല, ഇപ്പം എന്തായാലും അങ്ങനെ വിളിക്കണേ. നല്ല രസമാണ്, കൊച്ചു വന്നു കഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയില്ല. അതിന് മുമ്പ് വേഗം പണികൾ തീർക്കണം, അതാണ് എൻ്റെ ഉദ്ദേശം. തീ കുറയ്ക്കട്ടെ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോയാലോ. കാത്തുവിൻ്റെ വിറകുണ്ട്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ. അല്ലെങ്കിൽ ഇനി നടക്കില്ല, സാമ്പാർ വയ്ക്കാൻ നോക്കട്ടെ.